സ്വാഗതം. ഇന്ന് നമ്മൾ മൗലാന വഹീദുദ്ദീൻ ഖാൻ ഒരു യൂട്യൂബ് പ്രഭാഷണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് എങ്ങനെ സമാധാനകരമായി പെരുമാറാം. ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും പ്രകോപിച്ചാൽ പോലും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അല്ലേ? അതെ അതെ, ശരിയാണ്. നമ്മുടെ പെരുമാറ്റം അതെപ്പോഴാണ് ഒരു ഹെൽത്തി ആവുന്നത്, എപ്പോഴാണ് അൺഹെൽത്തി ആവുന്നത്, പിന്നെ മറ്റൊരാളുടെ പ്രവൃത്തിക്ക് വെറുതെ പ്രതികരിക്കാതെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ എങ്ങനെ ജീവിക്കാം, ഇതൊക്കെയാണ് അദ്ദേഹം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. എന്താണ് ഈ ഹെൽത്തി അൺഹെൽത്തി പെരുമാറ്റം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? കുറച്ചുകൂടി വ്യക്തമാക്കാമോ? തീർച്ചയായും. അൺഹെൽത്തി എന്ന് അദ്ദേഹം പറയുന്നത് അത് പ്രധാനമായും മറ്റുള്ളവരുടെ പ്രവൃത്തികളോടുള്ള നമ്മുടെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സിമ്പിളായി പറഞ്ഞാൽ റിയാക്ഷൻ. ഒരാൾ നമ്മളെ ദേഷ്യം പിടിപ്പിച്ചു, നമ്മൾ തിരിച്ചു ദേഷ്യപ്പെട്ടു. ഇത് ശരിക്കും ഇസ്ലാമിൽ അത്ര പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത് പലപ്പോഴും വെറുപ്പിലേക്കും ചിലപ്പോൾ അക്രമത്തിലേക്കും നയിച്ചേക്കാം. ശരിയാണ്. പെട്ടെന്ന് പ്രതികരിക്കുക എന്നത് അതൊരു സാധാരണ കാര്യമാണെങ്കിലും അപ്പോ ഈ ഹെൽത്തി അഥവാ ആരോഗ്യകരമായ പെരുമാറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ മറുപുരം? അതെ, അത് പുറത്തുള്ള കാര്യങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം ക്രിയാത്മക മനോഭാവം, നമ്മുടെ തത്വങ്ങൾ അതിനെ അടിസ്ഥാനമാക്കി പെരുമാറുന്നതാണ്. അതായത് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറിയാലും നമ്മൾ അവരോട് നല്ല രീതിയിൽ പെരുമാറുക, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിലനിർത്തുക. അദ്ദേഹം ഇതിനെ യേശുക്രിസ്തു പറഞ്ഞ ശത്രുവിനെ സ്നേഹിക്കുക എന്ന ആശയവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓ, അത് കൊള്ളാവല്ലോ. പക്ഷേ ഒരു മിനിറ്റ്, ശത്രുവിനെ സ്നേഹിക്കുക അത് പ്രായോഗികമായി എങ്ങനെയാണ്? അതിന്റെ പിന്നിലുള്ള ഒരു ലോജിക് അതെന്താണ് മൗലാന വിശദീകരിക്കുന്നത്? സാധനങ്ങൾ, നമ്മുടെ വസ്ത്രം, ഈ ഗ്ലാസ്, വാഹനങ്ങൾ, കെട്ടിടങ്ങൾ, ഇതെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എണ്ണമറ്റ മനുഷ്യരുടെ അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഒരു സാധാരണ ഗ്ലാസ് അത് കണ്ടുപിടിക്കാൻ പോലും 5000 വർഷം എടുത്തു എന്നാണ് അദ്ദേഹം ഒരു ഉദാഹരണമായി പറയുന്നത്. അപ്പോൾ ഈ ഒരു വലിയ കടപ്പാട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റൊരാളോട് വെറുപ്പ് തോന്നാൻ പാടുണ്ടോ? സ്നേഹമല്ലേ വേണ്ടത്? അതാണ് പോയിന്റ്. ശരിയാണ്. അതൊരു പുതിയ കാഴ്ചപ്പാടാണ്, നമ്മൾ സാധാരണ ചിന്തിക്കാത്തൊരു കാര്യം. അപ്പോൾ ഈ ഒരു ചിന്ത, മനുഷ്യരോടുള്ള കടപ്പാടിന്റെ ചിന്ത, അത് മനസ്സിലുണ്ടെങ്കിൽ അക്രമം ഒഴിവാകുമെന്നാണോ അദ്ദേഹം പറയുന്നത്? കാരണം പലപ്പോഴും അക്രമം വരുന്നത് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിന്നാണല്ലോ. തീർച്ചയായും അതെ. അക്രമം അത് തുടങ്ങുന്നത് മനസ്സിൽ നിന്നാണ്. യുനെസ്കോയുടെ ആപ്തവാക്യം പോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഫലം എന്തായിരിക്കും എന്ന് ചിന്തിക്കാതെ ഒരു റിസൾട്ട് ഓറിയന്റഡ് അല്ലാത്ത രീതിയിൽ പെട്ടെന്നുള്ള വികാരത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുമ്പോഴാണ് അക്രമം ഉണ്ടാവുന്നത്. ചരിത്രത്തിൽ നോക്കിയാൽ അക്രമം കൊണ്ട് ഒരു ക്രിയാത്മകമായ നല്ല ഫലം സ്ഥിരമായി ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം വാദിക്കുന്നു. അതുകൊണ്ട് ഏതു പ്രവൃത്തി ചെയ്യുന്നതിനു മുൻപും അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കണം. റിസൾട്ട് ഓറിയന്റഡ് ആക്ഷൻ. പിന്നെ ദൈവം സമാധാനത്തിന് നൽകുന്നൊരു പ്രതിഫലം അല്ലെങ്കിൽ മൂല്യം അത് അക്രമത്തിന് നൽകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ പോയിന്റ് കൊള്ളാം. അപ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം സമാധാനമാണെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും, ചില മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതിതിന് വിപരീതമായി തോന്നാറില്ലേ? അവിടെ ഒരു വൈരുദ്ധ്യമില്ലേ? അവിടെയാണ് അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട തത്വം പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻസിയേഷൻ, വേർതിരിച്ച് കാണുക എന്നുള്ളത്. അതായത് ഇസ്ലാം എന്ന ആശയത്തെയും മുസ്ലിങ്ങളെന്ന വ്യക്തികളെയും ഒന്നായി കാണരുത്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, ഖുർആനും ഹദീസും, അതെല്ലാം സമാധാനത്തെയാണ് ഊന്നിപ്പറയുന്നത്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണല്ലോ. സ്വർഗത്തെ ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം എന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ചില വ്യക്തികളോ അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളോ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ, അതിനെ ഇസ്ലാമിന്റെ മേൽ ചാർത്തരുത്. ആ വേർതിരിവ് പ്രധാനമാണ്. ഓക്കെ, അപ്പോ ഈ വ്യക്തികളും സംഘടനകളും നടത്തുന്ന അക്രമം, അതിനെയാണല്ലോ നമ്മൾ തീവ്രവാദം എന്നൊക്കെ പറയുന്നത്. അതിന് മൗലാന എങ്ങനെയാണ് നിർവചിക്കുന്നത്? അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായൊരു നിലപാടുണ്ട്. നിയമപരമായി ഒരു സ്റ്റേറ്റിന്, അതായത് ഭരണകൂടത്തിന് മാത്രമേ അക്രമം ഒരു മാർഗമായി ഉപയോഗിക്കാൻ അധികാരമുള്ളൂ, അതും നിയന്ത്രിതമായി. അപ്പോ ഭരണകൂടമല്ലാത്ത ഏജൻസികൾ, അത് വ്യക്തികളാകാം സംഘടനകളാകാം, അവർ നടത്തുന്ന അക്രമത്തെയാണ് തീവ്രവാദം എന്ന് പറയുന്നത്. ഒരു യുദ്ധസാഹചര്യത്തിൽ പോലും നിരപരാധികളെ കൊല്ലുന്നത് ഇസ്ലാം കർശനമായി വിലക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്, ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ അക്രമത്തിന്റെ വഴിയെന്നത് പൂർണ്ണമായും അടഞ്ഞുപോയിരിക്കുന്നു.
സമാധാനപരമായ മാർഗം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട്. ശത്രുവെന്ന് നമ്മൾ കരുതുന്നവരെ പോലും ഒരു പൊട്ടൻഷ്യൽ ഫ്രണ്ട്, അതായത് ഭാവിയിലൊരു സുഹൃത്തായി മാറാൻ സാധ്യതയുള്ള ഒരാളായി കാണണം എന്നും അദ്ദേഹം പറയുന്നു. പൊട്ടൻഷ്യൽ ഫ്രണ്ട്, അതൊരു നല്ല ചിന്തയാണ്. അപ്പോൾ ഈ തത്വങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം കാശ്മീർ വിഷയത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ടല്ലോ പ്രഭാഷണത്തിൽ. അതിനെ എങ്ങനെയാണ് ഈ ഒരു കാഴ്ചപ്പാടിൽ കാണുന്നത്? അതെ, അമർനാഥ് ഭൂമി പ്രശ്നം ഒരു ഉദാഹരണമായി എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഒരു ഭരണഘടനാപരമായ തർക്കമുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം കാണേണ്ടത് തെരുവിലിറങ്ങി അക്രമം കാണിച്ചിട്ടല്ല. അതിന് രാജ്യത്ത് സംവിധാനങ്ങളുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അവിടെയാണ് പോകേണ്ടത്. പിന്നെ അൽബാദി അസ്ലം എന്നൊരു തത്വം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു പ്രശ്നം ആരാണോ ആദ്യം തുടങ്ങുന്നത് അവരാണ് കൂടുതൽ ഉത്തരവാദികൾ. അതുപോലെ സമൂഹത്തിലൊരു തെറ്റ് കണ്ടാൽ അതിനെതിരെ ശബ്ദമുയർത്തണം, അതിനെ അപലപിക്കണം. നഹി അനിൽ മുൻകർ, അതിന്റെ പ്രാധാന്യവും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. സമാധാനപരമായിട്ടായിരിക്കണമെന്ന് മാത്രം. ഓക്കേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്? ചുരുക്കത്തിൽ പറഞ്ഞാൽ, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ പ്രതികരിക്കുന്നതിന് പകരം നമ്മുടെ പ്രവൃത്തികളുടെ ഫലം എന്തായിരിക്കുമെന്നാലോചിച്ച് മനുഷ്യരാശിയോടുള്ളൊരു കടപ്പാട് മനസ്സിൽ വെച്ചുകൊണ്ട് സമാധാനപരമായി, പോസിറ്റീവായി ജീവിക്കുക. ഇതാണോ പ്രധാന സന്ദേശം? അതെ, അതുതന്നെ, കൃത്യമാണ്. അതോടൊപ്പം ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എന്താണെന്നും ചില വ്യക്തികളുടെ പ്രവൃത്തികൾ എന്താണെന്നും വേർതിരിച്ച് കാണുക. തെറ്റിനെതിരെ ശബ്ദമുയർത്തുക, പക്ഷെ സമാധാനപരമായി മാത്രം. അക്രമത്തിന്റെ വഴി, അത് പൂർണ്ണമായും ഉപേക്ഷിക്കുക. ഇതൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ. ശരിക്കും വളരെ പ്രസക്തമായ ചിന്തകളാണ്. തീർച്ചയായും. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു നിമിഷം ആലോചിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ എത്ര തവണ നമ്മൾ വെറുതെ റിയാക്ട് ചെയ്യുന്നുണ്ട്, എത്ര തവണ കുറച്ചൊന്ന് ആലോചിച്ച് ഒരു പോസിറ്റീവായിട്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ബാലൻസ്, അതിലൊരു ചെറിയ മാറ്റം വരുത്താൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും എങ്ങനെ മാറ്റിയേക്കാം. അതൊരു നല്ല ചിന്തയാണ്.